ഇന്ന് കാണിക്കാൻ വന്ന ഒരു ക്യാം സെറ്റിംഗ് ആണ്. ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ. ഇതിന്റെ ക്യാം സൗണ്ട് ആണ് ഇത്. നോക്കുക, ക്യാമ്പിൽ പുതിയതാണ് കേട്ടോ. ഇത്രയും സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് വാൽവ് ലോഡാണ് സമയത്ത് നല്ല രീതിയിൽ പുറത്തേക്ക് വരും. ഇതും നമ്മൾ കേൾക്കുന്ന സമയത്ത് ടാപ്പ് ആൻഡ് നോയ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യാം. ഇത് ഫസ്റ്റ് എക്സോസ്റ്റ് ക്യാം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് പിനിയൻ വീലും ആയിട്ടാണ് കേട്ടോ. ക്യാം വീൽ അയക്കുകയാണ്. ഈ പിനിയൻ വീലാണ് സിംഗിൾ ഡോട്ടാണ്. സിംഗിൾ ഡോട്ട് പിനിയൻ വീലാണ്. നമ്മൾ ഇതിനെ ഈ സൗണ്ട് ഇല്ലാതാക്കാൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഓവർസൈസ് പിനിയൻ വീൽ ഇടുകയാണ്. ഒരു ഡയമീറ്റർ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടാവും, ഒരു പോയിന്റ് അധികമായിരിക്കും. അപ്പോൾ എക്സോസ്റ്റ് ക്യാമ്പിൽ ടൈറ്റ് ആവുള്ളൂ. ഇത് ഒറിജിനൽ ആണ് കേട്ടോ. 500 രൂപയാണ് വില വരുന്നത്. നോക്കുക, ഇത് ഡബിൾ ഡോട്ടാണ്. ഇവിടെ 2 ഡോട്ട് കാണാം. ഈ ഡോട്ടല്ല, 2 ഡോട്ട് താഴോട്ട് ഉണ്ടാവുകയല്ല കേട്ടോ. ഇത് ടൈമിംഗ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ നേരെയുള്ള 2 ഡോട്ടാണ് നോക്കേണ്ടത്. ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇടാം. പുതിയതായതുകൊണ്ട് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. നോക്കുക, സെറ്റ് ആയിട്ടോ. നമുക്ക് സൗണ്ടും ഇല്ല. ഇതെപ്പോഴും തം ടൈറ്റ് മാത്രമേ പാടുള്ളൂ, ഓവർ ടൈറ്റ് ആകാൻ പാടില്ല കേട്ടോ. ഒരു പിന്നെ ഇത് തേർഡ് ഓവർ സൈസ് ഇടരുത്. തേർഡ് ഓവർ സൈസിന് ഓവർ ടൈറ്റ് ചെയ്യും. ഹാമറിന് ടൈറ്റ് ചെയ്തിട്ടൊന്നും പിന്നെ വീണ്ടും ജാം ആക്കരുത്. ഭയങ്കര ഹമ്മിങ് നോയ്സ് വരും. എപ്പോഴും ഒരു തം ടൈറ്റ് മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ പ്രസ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റണം. ഇതല്ലേ
ഇതാണ് ഡെൽക്കോ ഡ്രൈവ് വീൽ. രണ്ട് വീല് ഇവിടെ വരുന്നുണ്ട്. ഇത് വലിയൊരു പ്രാധാന്യം ഇല്ല കേട്ടോ. ഇതിപ്പോ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടെങ്കിലും കൂടെ അത് വല്ലാതെ നോയ്സി ആവില്ല, ശബ്ദം ഉണ്ടാക്കില്ല ഇത്. കാരണം ഇതിന്റെ മുകളിൽ വാൽവ് ലോഡ് ചെയ്യുമ്പോൾ വാൽവ് പൊങ്ങുന്ന സമയത്താണ് ഈ ഷെയ്ക്ക് ശരിക്കിട്ട് അടിക്കുക. വാൽവ് പൊങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് അടിക്കും, അടിക്കുമ്പോൾ സൗണ്ട് വരുന്നത്. ഇതിന് എക്സ്ട്രാ ലോഡൊന്നും വരുന്നില്ല. ഇത് ശരിക്ക് നമ്മൾ കോണ്ടാക്ട് വർക്ക് ചെയ്യിക്കാനുള്ളതാണ്. ഇത് സൗണ്ടൊന്നുമില്ല, ഷെയ്ക്കൊന്നുമില്ല. ഇനി അഥവാ ചെറിയ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ വലിയ വിഷയമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സൗണ്ടൊന്നും ഇതിനോട് വരില്ല കേട്ടോ. ഇതിനോട് സൗണ്ട് മെയിൻ വരുന്ന രണ്ട് വീലാണ്. ഈ രണ്ട് വീൽസാണ് ശബ്ദം ഉണ്ടാക്കുക. ഈ രണ്ട് വീൽസിന് ചെറിയ പ്ലേ ഉണ്ടെങ്കിൽ വാൽവ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇട്ട് ലോഡ് വരുന്ന സമയത്ത് ശരിക്കിട്ട് അടിക്കും. അതാണ് ഈ ടാപ്പറ്റ് നോയ്സ് ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഹെഡിന്റെ നെറ്റ് ടോർക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളത്. ഇപ്പൊ ഹെഡിന്റെ നെറ്റ് ടോർക്ക് ടൈറ്റ് ടോർക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് 100% കോൺഫിഡന്റ് ആയിട്ട് അഞ്ചിന് പിന്നെ ഓടുന്നത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഗാസ്കറ്റ് പോകാനും ഓയിൽ ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഈ ബോൾട്ടുകൾ, ഹെഡ് നെറ്റുകൾ കംപ്ലീറ്റ് ടോർക്ക് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടോർക്ക് ടൈറ്റ് ആവുന്നില്ല എങ്കിൽ ആ ഒരു സ്റ്റഡ് ഏത് സ്റ്റഡാണോ നമുക്ക് ലൂസായി വന്നുള്ളത് ആ ഹെഡിന്റെ നെറ്റ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം ഹെഡ് സീറ്റ് ചെയ്യുക. അതല്ല നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് ഇത് ടോർക്ക് ടൈറ്റ് ആവില്ല എന്ന് കരുതിയിട്ട് വിടരുത്. പഴയ എഞ്ചിനാണ്, ടോർക്ക് ടൈറ്റ് ആവില്ല, അത് മുകളിലേക്ക് പൊങ്ങി പോരുമെങ്കിൽ അത് 100% ഉറപ്പാണ്. കുറച്ച് ഓടി കഴിയുമ്പോൾ ഹെഡ് ഗാസ്കറ്റ് ആ ഒരു ഭാഗം ലൂസായി ഹെഡ് ഗാസ്കറ്റ് ലീക്കായി മണ്ണി നിൽക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ ചെയ്യുന്ന സമയത്ത് ടോർക്ക് ടൈറ്റിൽ തന്നെ ഈ സ്റ്റഡുകളൊക്കെ കറക്റ്റ് സ്റ്റഡി ആയിട്ട് ശരിയായ രീതിയിൽ ടൈറ്റ് ആയി അതിന്റെ ടോർക്ക് ടൈറ്റിന് ചെയ്യാൻ ശ്രമിക്കുക. ഈ ടോർക്ക് ടൈറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു CI എഞ്ചിൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഓടുള്ളൂ. അതായത് നമുക്ക് ധൈര്യത്തിൽ ആ ഒരു സ്റ്റഡ് ചെയ്ത് ലൂസായി പോരില്ല. അതല്ലെങ്കിൽ ഹെഡിന്റെ ഗാസ്കറ്റ് ലീക്കായി, ഭാവിയിൽ ഹെഡിന്റെ ഗാസ്കറ്റ് ലീക്കായി പോവില്ല എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുമായി തന്നെ വേംനെറ്റിന്റെ ഈ സീല് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വേംനെറ്റിന്റെ ഈ സീല് റബ്ബർ വീക്ക് ആണെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതാണ് വേംനെറ്റ് റബ്ബർ വരുന്നത്. ഈ റബ്ബർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും മാറ്റിയിട്ട് പുതിയ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഒരു പ്ലേ ഉണ്ടാകാൻ പാടില്ല. അത് ഓയിൽ ഫീഡ്, ക്രാങ്കിലേക്ക് ഓയിൽ ഫീഡ് ചെയ്യാനുള്ളതാണ്. ഈ ക്രാങ്കിലേക്ക് ഓയിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓയിൽ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ക്രാങ്കിലേക്ക് ഓയിൽ കിട്ടില്ല. അതേമാതിരി ക്രാങ്കിലേക്ക് കറക്റ്റ് ആയിട്ട് ഓയിൽ പോയിട്ടില്ല എങ്കിൽ ആ ഒരു ഓയിൽ വലിച്ചിട്ടാണ് നമ്മൾ റോക്കറിലേക്ക് ഓയിൽ പോകുന്നത്. ക്രാങ്കിൽ കറക്റ്റ് ഓയിൽ ഉള്ളിലേക്ക് പോയി വേണം. അതേമാതിരി ആ ഓയിലാണ് തിരിച്ച് വലിച്ചിട്ട് നമ്മൾ റോക്കറിലേക്ക് പമ്പ് ചെയ്യുന്നത്, മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. സിലിണ്ടർ ഹോളിലേക്ക് ഓയിൽ പോകുന്നത് ഈ ഓയിലിന്റെ പ്രഷർ തന്നെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു വാഷർ വളരെ പ്രധാനമാണ്. ഈ ഒരു വാഷർ എപ്പോൾ അഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും വീക്കോ അതല്ലെങ്കിൽ ഓവൽ ഷേപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.